Which are the main concepts behind structured programming language? Sequencing, selection, iteration, ഓർമ്മയില്ലേ? These three are the main concepts behind structured programming language. Okay? ശരി, ഞാനിനി നിങ്ങൾക്ക് ചെയ്യാൻ പോകുന്നത് ഇന്ന് മൊഡ്യൂൾ 1 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആദ്യം നോക്കാം. അതിനുശേഷം നമുക്ക് മൊഡ്യൂൾ 2 വരാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വെച്ച് കഴിഞ്ഞാൽ, വാട്ട് ഡു യു മീൻ ബൈ ബോക്സിംഗ് ആൻഡ് അൺബോക്സിംഗ്? എന്താണെന്ന് ഓർമ്മയുണ്ടോ ബോക്സിംഗ് അൺബോക്സിംഗ് കൺസെപ്റ്റ്? ഒരു റാപ്പർ സാധാരണയായിട്ട് നമ്മൾ റാപ്പർ ക്ലാസ് ഡിഫൈൻ ചെയ്യാൻ വേണ്ടത്, പക്ഷേ റാപ്പർ ക്ലാസ്സിൻ്റെ കൂടെ ഒബ്ജക്റ്റും കൂടെ ബൈൻഡ് ചെയ്യുന്നതിനാണ് നമ്മൾ ബോക്സിംഗ് എന്ന് പറയുക. ഓട്ടോമാറ്റിക് ബോക്സിങ്ങും അൺബോക്സിങ്ങും. The drawback of using value model for built-in data types, they can't be passed uniformly to method that accept class typed parameter. Early versions of Java require the programmer to wrap the object of built-in type inside the corresponding predefined class. So in order to avoid that, we are using the boxing and unboxing technique. That means automatically wrap with its class, right? ഈ ഒരു ടോപ്പിക് നിങ്ങളുടെ ഇതിലുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തതാണ് ബോക്സിംഗ് ആൻഡ് അൺബോക്സിംഗ്. Boxing. Converting primitive value into an object of the corresponding wrapper class is known as autoboxing, and converting an object of a wrapper type to its corresponding primitive value is known as unboxing. അതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡു യു മീൻ ബൈ ലേസി ഇവാലുവേഷൻ? എന്തായിരുന്നു ലേസി ഇവാലുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം ഏതെങ്കിലും ഒരു എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യുന്ന കണ്ടീഷനാണ് നമ്മൾ ലേസി ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ. സോ 2 ടൈപ്പ് ഓർഡർ ഉണ്ട്, ആപ്ലിക്കേറ്റീവ് ഓർഡർ ഇവാലുവേഷനും നോർമൽ ഓർഡർ ഇവാലുവേഷനും. നോർമൽ ഓർഡർ ഇവാലുവേഷൻ എന്ന് പറയുന്നത് ലേസി ഇവാലുവേഷൻ ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ക്ലിയർ ആയോ? ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക്? ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ക്വസ്റ്റ്യൻ ഓക്കെ ആണോ? പറയൂ, റിപ്ലൈ മീ പ്ലീസ്. ഓക്കെ. പിന്നുള്ളതാണ് വാട്ട് ആർ ഐട്രേറ്റേഴ്സ്? നമുക്കറിയാം ഐട്രേറ്റേഴ്സ്, ലൂപ്പ് ഐട്രേറ്റേഴ്സ്, enumeration controlled looping statements ആണ് യൂസ് ചെയ്യുക. enumeration controlled logically controlled loops. Okay, explain about storage allocation mechanism. Which are the different storage allocation mechanisms? സ്ലൈഡിൽ പറഞ്ഞിട്ടുള്ളത് ഏതൊക്കെ സ്റ്റോറേജ് അലോക്കേഷൻ മെക്കാനിസം നമ്മൾ പഠിച്ചത്? സ്റ്റാക്ക്, സ്റ്റാറ്റിക്, ഹീപ്പ് അല്ലേ? Static allocation, stack allocation, heap allocation, then garbage collection. These are the automatic storage allocation mechanisms എന്ന് പറയുന്നത്. ഓക്കെ, സ്റ്റാറ്റിക് എന്താണ്, സ്റ്റാക്ക് എന്താണ്, നമ്മൾ ഇതൊക്കെ ഡിസ്കസ് ചെയ്യാം. എക്സ്പ്ലെയിൻ ദ ഫോളോയിങ് വിത്ത് എക്സാമ്പിൾ. പ്രസിഡൻസ് ആൻഡ് അസോസിയേറ്റിവിറ്റി. നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ പ്രസിഡൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ലെവൽസ് ഓഫ് പ്രസിഡൻസും. അസോസിയേറ്റിവിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഓപ്പറേറ്റേഴ്സും എങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതിന്റെ റൂൾസ് പ്രൊവൈഡ് ചെയ്യുന്നത്. സെയിം പ്രസിഡൻസ് ആണെങ്കിൽ we will go for associativity, isn't it? നിങ്ങൾക്ക് ഞാൻ പറയുന്ന മനസ്സിലാവുന്നില്ലേ? ഹലോ, പ്രസിഡൻസും അസോസിയേറ്റിവിറ്റിയും നിങ്ങൾക്ക് അറിയില്ലേ? ക്വസ്റ്റ്യൻ ആൻസർ അറിയില്ലേ? എന്താണ് എഴുതേണ്ടതെന്നും അറിയില്ലേ? നമ്മൾ സ്ലൈഡിൽ ഡിസ്കസ് ചെയ്തതല്ലേ? ഓക്കെ, ശരി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലോജിക്കലി കൺട്രോൾഡ് മിഡ് ടെസ്റ്റ് ലൂപ്പ്. ലോജിക്കലി കൺട്രോൾഡ് മിഡ് ടെസ്റ്റ് ലൂപ്പ് എന്ന് വെച്ചാൽ എന്തായിരുന്നു? നോർമലി എക്സിറ്റ്, ബ്രേക്ക് അങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ് കൊടുക്കില്ലേ? അതിനല്ലേ മിഡ് ടെസ്റ്റ് ലൂപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞത്. നേരത്തെ രാവിലത്തെ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തില്ലേ മിഡ് ടെസ്റ്റ് ലൂപ്പ്? നോക്കൂ, ഇറ്ററേഷനിൽ the logically controlled mid-test loop. In many languages, this mid-test can be accomplished with a special statement like a exit in ADA, break in C, last in Perl. അപ്പോൾ ഇതൊരു എക്സാമ്പിളും കൂടെ കാണിക്കുക. എക്സാമ്പിൾ ഒരു സ്ലൈഡിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ADA
ഈ എക്സാമ്പിളിൽ നോക്കിയേ, അഡാ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ് എക്സിറ്റ് വെൻ കണ്ടീഷൻ. So also allow the exit of outer loops using labels. Outer loop for I is equal to 1 to n loop exit എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ കണ്ടീഷൻ എക്സിസ്റ്റ് ആയിട്ട് നെക്സ്റ്റ് ബ്ലോക്കിലേക്ക് വരും. റൈറ്റ്? ഓക്കെ അല്ലേ? അത് ലോജിക്കലി കൺട്രോൾഡ് പോസ്റ്റ് ടെസ്റ്റ് ലൂപ്പ്. എക്സാമ്പിൾ ഏതാ? ഡു വൈൽ അല്ലേ? പോസ്റ്റ് ടെസ്റ്റ് ലൂപ്പിന് എക്സാമ്പിൾ ഡു വൈൽ അല്ലേ? പിന്നെ ചോദിച്ചാൽ ഡിസ്കസ് അബൌട്ട് എക്സ്പ്രഷൻ ഇവാലുവേഷൻ ഓർഡറിംഗ് വിത്ത് എക്സാമ്പിൾസ്. എക്സ്പ്രഷൻ ഇവാലുവേഷൻ വിത്ത് എക്സാമ്പിൾസ്. നിങ്ങൾ എന്തൊക്കെ എഴുതും എക്സ്പ്രഷൻ ഇവാലുവേഷനിൽ എന്ന് പറഞ്ഞേ? ക്വസ്റ്റ്യൻ ഇതാണ്, ഡിസ്കസ് അബൌട്ട് എക്സ്പ്രഷൻ ഇവാലുവേഷൻ ഓർഡറിംഗ് വിത്ത് എക്സാമ്പിൾസ്. ആരെങ്കിലും ഒന്ന് റിപ്ലൈ ചെയ്തേ. നേഹ, മസ്ന, അനഘ, ആകാശ്, ദേവിക. ക്വസ്റ്റ്യൻ ഇതാണ്, ഡിസ്കസ് അബൌട്ട് എക്സ്പ്രഷൻ ഇവാലുവേഷൻ ഓർഡറിംഗ് വിത്ത് എക്സാമ്പിൾസ്. നിങ്ങൾ എക്സ്പ്രഷൻ ഇവാലുവേഷൻ പറഞ്ഞിട്ടില്ലേ? എന്തൊക്കെയായിരുന്നു എക്സ്പ്രഷൻ ഇവാലുവേഷനുള്ളത്? വാട്ട് ഈസ് എക്സ്പ്രഷൻ? What is expression evaluation? Which are the different type of expression evaluation statements? അല്ലേ? എന്താണ് എക്സ്പ്രഷൻ നോക്കി, ഏതൊക്കെയാണ് എക്സ്പ്രഷൻ്റെ ഫോംസ്, പിന്നെ എക്സ്പ്രഷൻ ഇവാലുവേഷനിൽ എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളത്. റൈറ്റ്? ഇതാണ് എക്സ്പ്രഷൻ ഇവാലുവേഷൻ എന്ന് വെച്ചാൽ. പിന്നെ അതിൻ്റെ കൂടെ എന്താ ക്വസ്റ്റ്യൻ്റെ ബാക്കി എന്താ? ഡിസ്കസ് അബൌട്ട് എക്സ്പ്രഷൻ ഓർഡറിങ്. അപ്പോൾ പ്രസിഡൻസും അസോസിയേറ്റിവിറ്റിയും കൂടെ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യാൻ എഴുതുക. ഓക്കെ അല്ലേ? What are the features of expression evaluation? What do you mean by side effect? എന്താ സൈഡ് എഫക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ദിവസമേ പറയുന്നതാണ്. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എക്സ്പ്രഷൻ ഇവാലുവേഷൻ? എക്സ്പ്ലെയിൻ അബൌട്ട് സൈഡ് എഫക്ട്സ്. അപ്പോൾ an expression എന്ന് വെച്ചാൽ സിമ്പിൾ ഒബ്ജക്റ്റ്, നമ്പർ ആൻഡ് വേരിയബിളിനാണ് നമ്മളൊരു എക്സ്പ്രഷൻ എന്ന് പറയുക. ഓപ്പറേറ്റർ ഇസ് അപ്ലൈ ടു കളക്ഷൻ ഓഫ് ഓപ്പറാൻഡ്സ്. ഇൻഫിക്സ് ഉണ്ട്, പ്രിഫിക്സ് ഉണ്ട്, പോളിഷ്, കാംബ്രിഡ്ജ് പോളിഷ് നൊട്ടേഷൻ ഉണ്ട്. ഓരോ ലാംഗ്വേജും യൂസസ് ഡിഫറെൻറ്റ് തിങ്സ്. റൈറ്റ്? These are the features. Next is side effect. Side effect എന്ന് വെച്ചാൽ എന്താ? After computation the value may change. That is known as side effect. അല്ലേ? ഇതല്ലേ സൈഡ് എഫക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അസോസിയേറ്റിവിറ്റിയും പ്രസിഡൻസും ഒക്കെ അസോസിയേറ്റ് ചെയ്ത് നമ്മൾ എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ the value there will be some changes and that side effect is nothing but it is modifying to some other value. Right? അതാണ് അതിൻ്റെ സൈഡ് എഫക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഓക്കെ അല്ലേ? സാരംഗ്, റിസ്വിൻ, വൈഷ്ണവി, വിഷ്ണു. ഒന്നുകൂടെ പറയണോ? ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യണോ അത്? വേണ്ട. ഓക്കെ. നെക്സ്റ്റ് ഇസ് what is the closest nested scope rule? Draw a figure to show the scope of names and variables. ഏതായിരുന്നു ക്ലോസസ്റ്റ് സ്കോപ്പ് റൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയായിരുന്നു ഉണ്ടാവുക? ഒന്നിൻ്റെ തൊട്ടടുത്ത ബ്ലോക്കിൽ അല്ലേ? ഇങ്ങനെയല്ലേ ക്ലോസസ്റ്റ് നെസ്റ്റഡ് ബ്ലോക്ക് ഉണ്ടാവുക? ക്ലോസസ്റ്റ് നെസ്റ്റഡ് സ്കോപ്പ് റൂൾസ്. അപ്പോൾ ഇങ്ങനെ രണ്ട് ബ്ലോക്ക് വരുവാണെങ്കിൽ ഇവിടെ ഇപ്പോൾ ഇൻറ്റ് എ എന്ന് വെച്ച് കഴിഞ്ഞാൽ കറന്റ് ആക്റ്റീവ് സബ് റൂട്ടീനിൽ ഇൻറ്റ് ആക്റ്റീവ് ആയിരിക്കും. ഇത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആക്റ്റീവ് ആവും മെയിനുള്ളത്. Right? So this is the closest nested scope rule. This diagram you have to draw to find the object corresponding to given use name. We look for a declaration with that name in the current and innermost scope. ആ നെയിമിൽ കറണ്ട് സ്കോപ്പിൽ ഇന്നർമോസ്റ്റ് സ്കോപ്പിലാണ് നമ്മൾ അത് സെർച്ച് ചെയ്യുക. റൈറ്റ്? പിന്നെയുള്ള ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്ലെയിൻ ദ ഫോളോയിങ് കാറ്റഗറീസ് ഓഫ് കൺട്രോൾ ഫ്ലോ മെക്കാനിസം. ക്ലിയർ അല്ലേ? പിന്നെ വരുന്നതാണ് സീക്വൻസിങ്, സെലക്ഷൻ, ഐട്രേഷൻ.
Another question indirect ആയിട്ട് ചോദിച്ചാൽ what determines whether an object is allocated statically on the stack or in the heap? ഇതൊരു ഡിഫറെൻറ്റ് ക്വസ്റ്റൻ ആണ്, നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്യാത്തൊരു ക്വസ്റ്റൻ. ഇതൊന്ന് നോട്ട് ചെയ്യണം എല്ലാവരും. What determines an object to be allocated statically or in stack? Normally in a language without recursion, നമുക്ക് recursion ഇല്ലാത്തൊരു ലാംഗ്വേജ് ആണെങ്കിൽ it can be advantageous to use stack for local variables rather than allocating them statically. As a result, total space needed for local variables of currently active subroutine is as large as the total space across all subroutines. എന്തിൻ്റെ ബേസിലാണ് നമ്മൾ സ്റ്റാക്ക് ആണോ സ്റ്റാറ്റിക് ആണോ എന്ന് അലോക്കേറ്റ് ചെയ്യണമെന്ന് ചോദിച്ചത്. ഇപ്പോൾ റിക്കേഷനുള്ള ലാംഗ്വേജിലാണെങ്കിൽ, റിക്കേഷൻ ഇല്ലാത്ത ലാംഗ്വേജിലാണെങ്കിൽ വി ക്യാൻ യൂസ് സ്റ്റാക്ക്. പിന്നെ ചോദിച്ചൊരു ക്വസ്റ്റൻ ആണ് what is meant by tailed recursive function, what are its features? tailed recursive function എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ലാസ്റ്റ്. a recursive call could in principle reuse a subroutine framework, and this recursive function will be at the bottommost portion, right? അതിനുശേഷം വേറൊരു ഇവാലുവേഷൻ പ്രോസസ് നമുക്ക് സ്റ്റാർട്ടിങ് ചെയ്യാൻ പറ്റില്ല. What is the use of scope resolution operator in C++? ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, സ്കോപ്പ് റെസൊല്യൂഷൻ 4 കുത്തിരുന്ന്. അതെന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്? സ്കോപ്പ് റെസൊല്യൂഷൻ ഓപ്പറേറ്റർ സബ് റൂട്ടീൻസ് ടു നെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്കോപ്പ് റെസൊല്യൂഷൻ ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത് അല്ലേ? നമുക്ക് തന്നിരിക്കുന്ന സബ് റൂട്ടീൻസിനെ നെസ്റ്റിംഗ് സബ് റൂട്ടീൻസിലേക്ക് കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ എന്ത് യൂസ് ചെയ്യുന്നത്? സ്കോപ്പ് റെസൊല്യൂഷൻ ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്. പിന്നെയുള്ള ക്വസ്റ്റൻ ആണ് ഹൗ കേസ് സ്റ്റേറ്റ്മെന്റ് ഇസ് ഇന്റേണലി ഇംപ്ലിമെന്റ്, വാട്ട് ആർ ദ ഡിഫറൻസ് ഓഫ് ഈച്ച് സ്ട്രാറ്റജീസ് ടു ബി യൂസ്ഡ്? കേസ് സ്റ്റേറ്റ്മെന്റ് ഇവിടെ കേസ് സെൻസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് വരുന്നത് സെലക്ഷൻ പ്രോസസ്സിലാണ്. അതിൻ്റെ ആ ടേംസ് ഒക്കെ എഴുതുക. ഡിഫൈൻ ദ ടേം നെയിം സ്കോപ്പ് ആൻഡ് ബൈൻഡിങ്. Hope you know this example, like name, scope and binding. Next is what do you mean by non-determinacy? Means there is a final category of control flow is non-determinacy, in that we don't know which alternative has to be chosen. Right? There are different choices are available in most of the languages. Operator subroutine arguments may be evaluated in any order. Okay. പിന്നെ വരുന്നതാണ് what is the importance of binding time? What is the difference between lifetime of a name to object binding and visibility? Lifetime എന്ന് വെച്ചാൽ എന്താ? To refer the lifetime of an object, the lifetime of a binding of a name to an object. An object can exist before the binding of a particular name to it. നെയിമും ബൈൻഡിങ്ങും തമ്മിൽ ഡിഫറൻസ് എന്താ? നെയിം ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, നമ്മൾ ഇനീഷ്യലി തന്നെ നെയിം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനൊരു ഒബ്ജക്റ്റുമായിട്ട് ബൈൻഡ് ചെയ്യുന്നതാണ് ബൈൻഡിങ് ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ. അതിന് അത് എത്ര നാൾ നിലനിൽക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ വിസിബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് നെയിം, ബൈൻഡിങ് ടൈം, ലൈഫ് ടൈം, ഇതൊക്കെ മനസ്സിലായിട്ടില്ലേ? ക്ലിയർ അല്ലേ? ഡൗട്ട് ഉണ്ടോ? നെയിമും ലൈഫ് ടൈമും ഒബ്ജക്റ്റ് ലൈഫ് ടൈമും തമ്മിൽ ഡിഫറൻസ് അറിയില്ലേ? ഓക്കെ. പിന്നെ ചോദിച്ചൊരു ക്വസ്റ്റൻ ആണ് വാട്ട് ആർ ദ സ്ട്രാറ്റജീസ് ഓഫ് ഗാർബേജ് കളക്ഷൻ? ഇത് ഓട്ടോമാറ്റിക് ഗാർബേജ് കളക്ഷനും ഉണ്ട്, പ്രോഗ്രാമർ കോഡ് എഴുതിയിട്ട് ചെയ്യുന്ന മാനുവൽ ഗാർബേജ് കളക്ഷനും ഉണ്ട്. പിന്നെ ചോദിച്ചാൽ എക്സ്പ്ലെയിൻ ഷോർട്ട് സർക്യൂട്ട് ഇവാലുവേഷൻ വിത്ത് റെസ്പെക്ട് ടു ബൂളിയൻ എക്സ്പ്രഷൻ. ബൂളിയൻ എക്സ്പ്രഷൻ ആകുമ്പോൾ എന്താ 0 or 1 ആണ്. 0 and 1 ആണെങ്കിൽ നമുക്കറിയാം അതിൻ്റെ റിസൾട്ട് 0 ആണ്. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസിനാണ് നമ്മൾ എന്താ ഷോർട്ട് സർക്യൂട്ട് ഇവാലുവേഷൻ എന്ന് പറയും.
പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിസ്ക്രൈബ് അബൌട്ട് ദ കൺസെപ്റ്റ് ഓഫ് സ്റ്റാറ്റിക് ചെയിൻസ് ആൻഡ് ഡൈനാമിക് ചെയിൻസ്. ഇതിൽ സ്റ്റാറ്റിക് ചെയിൻ ഏതെന്ന് എവിടത്തേക്കുള്ളതാണ്, ഡൈനാമിക് ചെയിൻ എവിടുന്ന് എവിടത്തേക്കുള്ളതാന്ന് പറയുന്നത് നിങ്ങൾ? From the given example, identify the stack chain and stack chain and frame chain പറയും, stack pointer, frame pointer. സി എന്ന് പറയുന്ന കറണ്ട് സബ് റൂട്ടീൻ്റെ പാരന്റ് ആണ്, അല്ലെങ്കിൽ പാരന്റ് ആണ് ബി എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റാറ്റിക് ചെയിൻ ഡൈനാമിക് ചെയിൻസ് എന്ന് പറയുന്നത് subroutines is a nested k levels deep, then its frames, static link and those of its parent, grandparent and so on. Like it is like inherited, it is moving from one to another. പിന്നെ ചോദിച്ചൊരു ക്വസ്റ്റൻ ആണ്, എക്സ്പ്ലെയിൻ ദ കൺസെപ്റ്റ് ഓഫ് ബൈൻഡിങ് ഓഫ് റെഫറൻസിങ് എൻവയോൺമെന്റ് വിത്ത് റെഫറൻസ് ടു പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ്. നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തതാണ്. പിന്നെയാണ് സ്ട്രക്ചേർഡ് ഫ്ലോ. സ്ട്രക്ചേർഡ് ഫ്ലോയിൽ ഈ 3 കൺസെപ്റ്റ് ഓർത്ത് തന്നെ വെക്കണേ. അത് എപ്പോഴും മാറി മാറി ചോദിക്കാറുണ്ട്. എക്സ്പ്ലെയിൻ സ്ട്രക്ചേർഡ് പ്രോഗ്രാമിംഗ് എന്ന് ചോദിക്കാറുണ്ട്. സീക്വൻസിങ്, സെലക്ഷൻ, ഐറ്ററേഷൻ ആൻഡ് സബ്റൂട്ടീൻ. റൈറ്റ്? ഇത്രയാണ് സ്ട്രക്ചേർഡ് ഫ്ലോയിൽ വരുന്നത്. കണ്ടിന്യൂഷൻസ്. നെക്സ്റ്റ് ഹീ ബേസ്ഡ് അലോക്കേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്, പറയുന്നില്ല ഇനി. ക്ലിയർ അല്ലേ ഇത്? What are the different type of binding times? Different type of binding times എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാംഗ്വേജ് ഡിസൈൻ ടൈം ഉണ്ട്, ലാംഗ്വേജ് ഇംപ്ലിമെന്റേഷൻ ടൈം, പ്രോഗ്രാം റൈറ്റിംഗ് ടൈം, കമ്പൈൽ ടൈം, ലിങ്ക് ടൈം, ലോഡ് ടൈം ആൻഡ് റൺ ടൈം. ഇത്രയാണ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ബൈൻഡിങ് ടൈംസ് എന്ന് പറയുന്നത്. ഇനി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബൈൻഡിങ് ആണ് ചോദിച്ചിട്ടുണ്ടെങ്കിലോ, ഡീപ് ബൈൻഡിങ്, ഷാലോ ബൈൻഡിങ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് വാട്ടർ മൊഡ്യൂൾസ്. നമ്മുടെ വലിയൊരു പ്രോഗ്രാമിനെ സ്മോൾ പോർഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നതിന് മൊഡ്യൂൾസ് എന്ന് പറയാം. അതിൽ ഓരോന്നും ഓരോ മൊഡ്യൂൾസ് ആണ് അല്ലേ. So major challenge in the construction of any large body of a software is how to divide the effort among different programmers. So we will divide it into modules. പിന്നെ ചോദിച്ചാണ് എക്സ്റ്റേണൽ ഫ്രാഗ്മെന്റേഷൻ, ഇന്റേണൽ ഫ്രാഗ്മെന്റേഷൻ. എക്സ്റ്റേണൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്റേണൽ എന്ന് വെച്ചാൽ അറിയാലോ, നമുക്ക് ഓൾറെഡി കൊടുത്ത ബ്ലോക്കിൻ്റെ കുറേ വേസ്റ്റ് ആയി പോകണം, അതിന് ഇന്റേണൽ എന്ന് പറയും. എക്സ്റ്റേണൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇവിടെയും ചിതറിക്കിടക്കുന്ന ഫ്രീ ബ്ലോക്സ് ആണ് എക്സ്റ്റേണൽ ഫ്രാഗ്മെന്റേഷൻ എന്ന് പറയുന്നത്. പിന്നെ ചോദിച്ച ക്വസ്റ്റൻ ആണ് എൽ വാല്യൂ ആൻഡ് ആർ വാല്യൂ. അത് നമ്മുടെ സ്ലൈഡിൽ ഡീറ്റെയിൽ ആയിട്ട് എൽ വാല്യൂ ആർ വാല്യൂൻ്റെ സ്ലൈഡിലുണ്ട്. എൽ വാല്യൂ എന്താണ്, ആർ വാല്യൂ എന്താണ്, വിത്ത് ആൻ എക്സാമ്പിൾ. എൻ്റെ കൂടെ തന്നെ ചോദിച്ചാൽ വാട്ട് ഈസ് വാല്യൂ മോഡൽ ആൻഡ് റെഫറൻസ് മോഡൽ. ഇപ്പോൾ പറഞ്ഞത് തന്നെ. വാട്ട് ഈസ് മൾട്ടി വേ അസൈൻമെന്റ്സ്, എ കോമ ബി ഈസ് ഈക്വൽ ടു സി കോമ ഡി, അതാണ് മൾട്ടി വേ അസൈൻമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. പിന്നെ ചോദിച്ചൊരു ക്വസ്റ്റൻ ആണ് വാട്ട് ഈസ് ഐട്രേറ്റർ. Then explain about enumeration controlled loops with an example. What are the problems with enumeration controlled loops? The value overflow ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് അവിടെ. നമ്മൾ ഓൾറെഡി ഐട്രേറ്റേഴ്സ് നോക്കി. പിന്നെ ചോദിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ് വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് സൈഡ് എഫക്റ്റ്. Side effect freedom ensures that Euclid or Turing function, like its counterpart in mathematics, is always side important, right? Side effect എന്ന് വെച്ച് കഴിഞ്ഞാൽ after doing something how it will affect others, അങ്ങനെയുള്ള ഇതിനാണ് ശരിക്കും നമ്മൾ എന്താ പറയാ, സൈഡ് എഫക്ട്സ് എന്ന് പറയാം. ക്ലിയർ അല്ലേ? ഇതുവരെ ക്ലിയർ അല്ലേ? ഡൗട്ട് ഉണ്ടോ?
Say yes or no. Okay അല്ലേ? റിപ്ലൈ ചെയ്താടാ. മസ്ന, ജസ്ന, കീർത്തന, അനക, നേഹ, പ്രണവ്, നിതിൻ. ഓക്കെ, ശരി. അപ്പോൾ അത്രയാണ് ഞങ്ങളുടെ ഫസ്റ്റ് മൊഡ്യൂളിലെ ടോപ്പിക്സ്. ചെറിയൊരു ടോപ്പിക്കും കൂടിയുണ്ട്. അത് ചെറിയൊരു ടോപ്പിക്കിൽ ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. അതായത് ബഡ്ഡി സിസ്റ്റത്തിൻ്റെ ഒരു പ്രോബ്ലം. നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിൽ പറയാം. ഓക്കെ, ഇതുവരെ ഡൗട്ട് ഒന്നുമില്ലല്ലോ? ഫസ്റ്റ് മൊഡ്യൂളിൽ എല്ലാ ടോപ്പിക്സും കവർ ചെയ്തിട്ടുണ്ട്. PPT ഉണ്ട്, നോട്ട് ഞാൻ പ്രൊവൈഡ് ചെയ്യാം. ഈ ക്വസ്റ്റിൻ്റെ ആൻസേഴ്സും ഉണ്ട്. ഓക്കെ, ഇത്രയും പഠിച്ചാൽ മതിയോ ഫസ്റ്റ് മൊഡ്യൂളിൽ? I will move on to the next module. ഇതിൽ ഈ മൊഡ്യൂളിലെ ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് മെയിൻ ടോപ്പിക്സ് ഇൻ സെക്കൻഡ് മൊഡ്യൂൾ 2. Data types. In the data types, you will study about what is type system, what is type checking. Next is record and its variant. നമ്മൾ റെക്കോർഡിൻ്റെ യൂണിയൻ എന്ന് പഠിക്കുന്നത് ഇവിടെ record and its variants. അതാണ് ഫസ്റ്റ് ഹാഫിൽ പറയാനുള്ളത്. നെക്സ്റ്റ് ടോപ്പിക് ഈസ് അബൌട്ട് arrays, string, sets, pointers and recursive types, lists and files. And it is about input output condition, input outputum പിന്നെ equality testing and assignment. ചെറിയ മൊഡ്യൂളാണ്. ശരി, അപ്പോൾ നമുക്ക് ഡാറ്റ ടൈപ്പ് വെച്ചിട്ട് തുടങ്ങാം. ഡാറ്റ ടൈപ്പ് എന്ന് വെച്ചാൽ എന്താ? വാട്ട് ആർ ദ മെയിൻ പ്രിൻസിപ്പൽ പർപ്പസ് ഓഫ് ഡാറ്റ ടൈപ്സ്? ദിസ് ടൈപ്പ് പ്രൊവൈഡ് ഇംപ്ലിസിറ്റ് കോണ്ടെക്സ്റ്റ് ഫോർ മെനി ഓപ്പറേഷൻസ് ആൻഡ് ഇറ്റ് വിൽ ലിമിറ്റ് ദ സെറ്റ് ഓഫ് ഓപ്പറേഷൻസ് ദാറ്റ് മേ ബി പെർഫോംഡ്. അതാണ് ഡാറ്റ ടൈപ്പിന് 2 ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ് എന്നത്. So this type provide implicit context for many operations. അതായത് if you are given with an integer number, you can apply any operation that is defined for the type integer. Similarly, it set the limits of operation that may be predefined here. Like for example, if integer values are there, and in integer value you can apply any arithmetic operations. And if you're given with a character, if you're given with a string, you cannot apply an arithmetic operations there, right? You will apply string operations only. Clear ayo parna concept? 2 purposes are there. Types provide implicit context and next is limit the set of operations that may be performed. Okay, there are 2 main purposes of data types in Varanada. Now we will see the detailed introduction about the data types. So we all have developed an initiative notion about what types are and but what is behind this intuition. So here it's like a collection of values from a domain, or we will call it as a denotational search. So internal structure of bunch of data described down to the level of a small set of fundamental type. So make data types in which it is a collection of values from a random variable. നമുക്ക് തന്നിരിക്കുന്ന മൊത്തം ഡൊമൈനിന് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏത് ഓപ്പറേഷനിൽപ്പെട്ട ടൈപ്പ് ആണെന്ന് ഡിസൈഡ് ചെയ്യുന്നതാണ് ആക്ച്വലി ഡാറ്റ ടൈപ്സ് എന്ന് പറയുന്നത്. അതിൽ ഇക്വലൻസ് ഉണ്ട്, ഇക്വലന്റ് ക്ലാസ് ഓഫ് ഒബ്ജക്റ്റ് that is done by implementer. What are types good for? Types are good for implicit context and checking make sure a certain meaningless operation do not occur. For example, നിങ്ങൾ ഇപ്പോൾ ഇൻഡിജർ റീഡ് ചെയ്തിട്ട് സ്ട്രിങ് ഓപ്പറേഷൻസ് പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ what you will get an error, right? That means a type checking is happening in compiler phase. So make sure that certain meaningless operations is not going to occur. Okay, then next is type checking. Type checking cannot prevent all meaningless operation, but it catches enough of them to be useful. പിന്നെ വരുന്ന ഒരു സ്മോൾ കൺസെപ്റ്റ് ആണ് പോളിമോർഫിസം എന്ന് വെച്ചാൽ പോളിമോർഫിസം റിസൾട്ട് when the compiler find
that it does not need any certain things. ഇതുവരെ ക്ലിയർ ആണോ? ഇതുവരെ പറഞ്ഞ കൺസെപ്റ്റ് ഒക്കെ കത്തിയില്ലേ? ഇംപ്ലിസിറ്റ് കോണ്ടെക്സ്റ്റിലുണ്ട്, ചെക്കിങ്ങിലുണ്ട്. ദെൻ ദിസ് data types shows the polymorphism result when the result find that this does not need to any certain language things. പിന്നെ വരുന്ന ഡാറ്റ ടൈപ്സിൽ വരുന്നതാണ് denotational are formal mathematical view of binding. Then we generally combine the structured approach with the abstraction approach in the object oriented programming. And here in programming, a set of data plus operations define on the data. നമുക്കിപ്പോൾ ഒരു ഇൻറ്റീജർ ഡാറ്റ കൊടുത്തു കഴിഞ്ഞാൽ അതിൽ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ എന്നൊക്കെ പറഞ്ഞാൽ എല്ലാ ഓപ്പറേഷൻസും പെർഫോം ചെയ്യാൻ പറ്റും. പിന്നെ വരുന്നൊരു കൺസെപ്റ്റാണ് സ്ട്രോങ് ടൈപ്പിങ്ങും സ്റ്റാറ്റിക് ടൈപ്പിങ്ങും. സ്ട്രോങ് ടൈപ്പിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് സിമിലർ ടു സ്ട്രക്ചേർഡ് പ്രോഗ്രാമിംഗ്. സ്ട്രക്ചേർഡ് പ്രോഗ്രാമിംഗിൽ ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് ഏതൊക്കെയാന്ന് പറഞ്ഞു? Please give me answering in chat box. What is mean by structured approach? What is the concept behind structured approach? Okay, sequencing, selection, iteration. Very good, very good. Adana. So here in strong typing, it is more similar to structured typing. Informally, it means that the language prevent you from applying an operation to data on which it is not appropriate. അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇൻറ്റീജർ ഓപ്പറേഷൻ അല്ലെങ്കിൽ തന്നിരിക്കുന്നത് ഒരു ക്യാരക്ടേഴ്സ് ആണ്, ക്യാരക്ടർ സ്ട്രിങ് ആണ്. ആൻഡ് ഇഫ് യു ആർ ട്രൈങ് ടു ഡു അത്തമെറ്റിക് ഓപ്പറേഷൻസ് ഓവർ ദർ, ഇറ്റ് വിൽ ബിക്കം മീനിങ്ലെസ്. So it means the language prevent you from applying an operation to a data with which it is not appropriate. Then in case of static typing means that compiler can do all the checking at purple time, right? At compile time, the compiler will do all the checking. Hello. Okay. So here in static typing, it is more similar to structured concept, and it means that the language prevent you from applying the operations to data on which it is not appropriate. What about static typing? Means that the compiler can do all the checking at compile time. Okay. പിന്നെ പറയാനുള്ള കൺസെപ്റ്റാണ് ടൈപ്പ് സിസ്റ്റംസ് എന്ന് പറയുന്നത്. ടൈപ്പ് സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് എ മെക്കാനിസം ഫോർ ഡിഫൈനിങ് and associating them with a certain language construct. ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. The example is like this. Normally this construct include named constant, variables, record field and parameters, and sometimes we can tell it is related with subroutines also, and literal constant. So in type system, it is having two main steps. Inside the first step, it consists of a mechanism for defining the type, and second is like, and then second, the set of rules of type equivalence, type compatibility, and type inference are checking. A set of rules present in type equivalences, type equivalence, type compatibility, and type inference rule. What is meant by type equivalence? Type equivalence rules determine when the types of two values are same. ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ടൈപ്പിന്റെ വാല്യൂസ് എപ്പോഴാണ് സെയിം ആവുക എന്നാണ് നമ്മൾ ടൈപ്പ് ഇക്വലൻസിൽ ചെക്ക് ചെയ്യുക. ടൈപ്പ് കോമ്പാക്റ്റബിലിറ്റി എന്ന് വെച്ചാലോ, ദ റൂൾ ഡിറ്റർമിൻ വെൻ എ വാല്യൂ ഓഫ് എ given type can be used in a given context. ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷൻസിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ടൈപ്പ് ആപ്റ്റ് ആണോ എന്നുള്ളതാണ് അവിടെ ടൈപ്പ് കോമ്പാറ്റബിലിറ്റിയിൽ ചെക്ക് ചെയ്യുക. ടൈപ്പ് ഇൻഫറൻസ് റൂൾസ് മീൻസ് ഡിഫൈൻ the type of an expression based on the type of its
constituent part. അതിൻ്റെ സറൗണ്ടിങ് കോണ്ടെക്സ്റ്റ് എന്താണെന്നുള്ളതാണ് ടൈപ്പ് ഇൻഫറൻസിങ് റൂൾ നമ്മൾ ചെക്ക് ചെയ്യുക. ഇതാണ് 3 ടൈപ്പ് സിസ്റ്റംസ് എന്ന് പറയുന്നത്. ഒന്ന് ഏതൊക്കെയാ? റൂൾസ് എന്ന് പറയുന്നത് സ്കോപ്പ് റൂൾസ്, സെറ്റ് ഓഫ് റൂൾസ് ഫോർ ടൈപ്പ് സിസ്റ്റംസ് എന്ന് പറയുന്നത് ഈ 3ആണ്. ടൈപ്പ് ഇക്വലൻസ്, ടൈപ്പ് കോമ്പാറ്റബിലിറ്റി റൂൾസ് ടു ഡിറ്റർമിൻ when a value of the given type can be used in a given context. Then a type inference rule define the type of an expression based on the type of its constituent part. Okay. പിന്നെ വരുന്നതാണ് ടൈപ്പ് ചെക്കിങ്സ് എന്ന് പറയുന്നത്. ടൈപ്പ് ചെക്കിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് എ പ്രോസസ് ഓഫ് എൻഷുറിംഗ് ദാറ്റ് പ്രോഗ്രാം ഒബേസ് ദ ലാംഗ്വേജസ് ടൈപ്പ് കോമ്പാക്റ്റബിലിറ്റി റൂൾസ്. നമ്മൾ ടൈപ്പ് ചെക്ക് ചെയ്യാന്ന് വെച്ചാൽ എന്താ ചെയ്യുക? നമ്മൾ ഓരോ പ്രോഗ്രാമിങ്ങിനും ഓരോ ടൈപ്പ് ചെക്കിംഗ് റൂൾസ് ഉണ്ടാവും. അതിനനുസരിച്ച് തന്നെയാണിത് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ഓപ്പറേഷൻസ് തന്നെയാണ് നമ്മളത് വെച്ച് പെർഫോം ചെയ്യുന്നത് എന്നുള്ളതാണ് ടൈപ്പ് ചെക്കിങ്ങിൽ വരിക. ടൈപ്പ് ചെക്കിംഗ് കഴിഞ്ഞാലല്ലേ നിങ്ങൾക്ക് നോർമലി കമ്പൈലർ എറേഴ്സ് കിട്ടുക. Next is type clash. Type clash means it is the violation of the type compatibility rules. ഏതൊക്കെയാ ടൈപ്പ് കോമ്പാറ്റബിലിറ്റി റൂൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഡിസ്കസ് ചെയ്തില്ലേ ടൈപ്പ് കോമ്പാറ്റബിലിറ്റി റൂൾസ്. ടൈപ്പ് ഇക്വലൻസ്, ടൈപ്പ് കോമ്പാറ്റബിലിറ്റി ആൻഡ് ടൈപ്പ് ഇൻഫറൻസ്. പിന്നെ ടൈപ്പ് ക്ലാഷ് എന്ന് വെച്ച് കഴിഞ്ഞാൽ violation of the type compatibility rules is known as type clash, and strong typed language is there, static typing and dynamic typing is there. Strong typed means that the language prevents you from applying an operation to data on which it is not appropriate. Type checking is performed at compile time is nothing but it is the static type. Dynamic checking means it is happening at the runtime. ഇതുവരെ ഓക്കെ അല്ലേ? എന്താണ് ടൈപ്പ്, വിച്ച് ആർ ദ ടൈപ്പ് സിസ്റ്റംസ്, ആൻഡ് വാട്ട് ആർ ദ മെത്തേഡ്സ്, വാട്ട് ആർ ദ റൂൾസ് ഫോർ ഡൂയിങ് ദ ടൈപ്പ് ചെക്കിംഗ്. And in type system, most of the scripting languages are dynamically typed, and some strongly typed languages, examples are like Python and Ruby. Languages with dynamic scoping are generally dynamically typed. And in the case of C languages, rarely checks anything at runtime. And in the case of Lisp and Smalltalk, these languages are like dynamically typed. Lisp and Smalltalk. ടൈപ്പ് സിസ്റ്റത്തിന് എക്സാമ്പിൾസ് ആണ് ഇത് പറഞ്ഞത്. പാസ്കൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹലോ ഓക്കെ, സമയം ആയാ? 12:26 ലൈനിലും. ഓക്കെ ഓക്കെ, ആ ശരി ശരി ശരി.